ലോകത്തിലെ ഏഴാമത്തെ ഏറ്റവും വലിയ രാജ്യമായ ഇന്ത്യക്ക് ഏകദേശം 32 ലക്ഷത്തോളം വിസ്തീർണമാണ് നിലവിലുള്ളത്. ഇന്ത്യയുടെ ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് മുതൽ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വരെ ഏകദേശം 2933 കിലോമീറ്റർ ദൂരവും ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് മുതൽ സൗത്തേൺ ഈസ്റ്റ് പോയിന്റ് വരെ ഏകദേശം 3214 കിലോമീറ്റർ ദൂരവുമാണ് നിലവിലുള്ളത്. ഇങ്ങനെ നിലനിൽക്കുന്ന നമ്മുടെ രാജ്യം ചെറുതും വലുതുമായ ഒട്ടനവധി രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്നുണ്ട്. അവ ഏതെല്ലാം രാജ്യങ്ങളാണെന്നും ഏതെല്ലാം രീതിയിലാണ് അവ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നതെന്നും നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ചുറ്റാകെ ഒട്ടനവധി രാജ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 9ഓളം രാജ്യങ്ങളാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നത്. അതിൽ 7 രാജ്യങ്ങൾ കരാതിർത്തിയും 2 രാജ്യങ്ങൾ സമുദ്രാതിർത്തിയും പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ചൈന, മ്യാൻമർ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾ കരാതിർത്തിയും ശ്രീലങ്ക, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങൾ സമുദ്രാതിർത്തിയും പങ്കിടുന്നു. ഒറ്റ നോട്ടത്തിൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമെന്നത് ചൈനയെന്നോ പാകിസ്ഥാനോ എന്നോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാം. എന്നാൽ ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്നത് അത് ബംഗ്ലാദേശാണ്. കാരണം ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയുമായി അതിർത്തി രേഖകളുള്ളത് അത് ബംഗ്ലാദേശിനാണ്. മാത്രമല്ല ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന് പറയുന്നത് അത് അഫ്ഗാനിസ്ഥാനുമാണ്. ഇന്ത്യയിലെ ഏകദേശം 17ഓളം സംസ്ഥാനങ്ങളാണ് മറ്റ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്. ഓരോ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് നിലനിൽക്കുന്ന അതിർത്തി രേഖകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തി രേഖയെ പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് ലൈൻ. ബ്രിട്ടീഷ് ലോയറായ സിറിൽ റാഡ്ക്ലിഫാണ് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജന ഫലമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിക്കുന്നത്. അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായിട്ടാണ് ഈ രേഖയ്ക്ക് റാഡ്ക്ലിഫ് ലൈൻ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തി രേഖയുടെ പേരാണ് ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നത്. ഇനി ചൈനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിരേഖകൾ സമകാലിക പ്രശ്നങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയും ചൈനയും പരസ്പരം അംഗീകരിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര അതിർത്തി രേഖ നിലവിലില്ല എന്ന് തന്നെ പറയാം. എങ്കിലും അരുണാചൽ പ്രദേശിൽ നിലനിൽക്കുന്ന മക്മഹോൻ രേഖയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ചൈന അതിർത്തി രേഖയായി കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പരസ്പരം അംഗീകരിക്കാത്ത ഏകദേശം 3ഓളം അതിർത്തി രേഖകൾ നിലവിലുണ്ട്. ഇന്ത്യയുടെ ലഡാക്ക് പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ജോൺസൺ അർഡാഗ് ലൈനാണ് ഇതിൽ ആദ്യത്തേത്. ഇതേ പ്രദേശത്ത് തന്നെ നിലനിൽക്കുന്ന മക്കാർട്ടി മക്ഡൊണാൾഡ് രേഖയാണ് മറ്റൊരു രേഖ എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിൽ നിലനിൽക്കുന്ന മക്മഹോൻ രേഖ കൂടാതെ ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിക്കാത്ത ഒട്ടനവധി അതിർത്തി പ്രദേശങ്ങൾ വേറെയുണ്ട്. ഇന്ത്യയും ചൈനയും പരസ്പരം അവകാശവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മാത്രമാണ് ഇവിടെ പ്രശസ്തി. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമായ ബംഗ്ലാദേശുമായുള്ള അതിർത്തി രേഖയെ പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് ലൈൻ അല്ലെങ്കിൽ തിൻബഗ കോറിഡോർ. ഇന്ത്യയിലും ഭൂട്ടാനിലുമായി നിലനിൽക്കുന്ന നാഷണൽ പാർക്കാണ് മനസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇതേ നാഷണൽ പാർക്കിലാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായ റോയൽ ബംഗാൾ കടുവകൾ നിലവിലുള്ളത്. മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് പാൽ കടലിടുക്കുകളാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ പാകിസ്ഥാനുമായും യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കടലിടുക്കാണ് പാൽ കടലിടുക്ക് എന്ന് പറയുന്നത്. പാൽ കടലിടുക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടലിടുക്ക് പ്രദേശമാണ്. ഇനി ഇന്ത്യയുമായി സമുദ്രാതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യമാണ് മാലിദ്വീപ് എന്ന് പറയുന്നത്. ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിലുള്ള സമുദ്രാതിർത്തി പ്രദേശമാണ് 8 ഡിഗ്രി ചാനൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയെയും മ്യാൻമറിനെയും തമ്മിൽ അതിർത്തിയിരിക്കുന്ന പർവ്വതനിരകളാണ് പട്കായ്ഫോം പർവ്വതനിരകൾ അല്ലെങ്കിൽ ഇൻഡോ മ്യാൻമർ ബോർഡർ ലൈൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യയും നേപ്പാളിനെയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിരകളാണ് കാഞ്ചൻജുങ്ക പർവ്വതനിരകളും മഹാഭാരത് പർവ്വതനിരകളും. പല തരത്തിലുള്ള കലാപങ്ങളുള്ള അയൽ രാജ്യങ്ങളുടെ ഒത്ത നടുക്കായാണ് ഇന്ത്യ നിലനിൽക്കുന്നത്.
എന്നാൽ ഇന്ത്യക്കുള്ള മികച്ച സൈനിക സേനകൾ ഇന്ത്യയെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംരക്ഷിതമാക്കുന്നു. നമ്മുടെ വീടിനും സ്വത്തിനും സംരക്ഷണമേകൊണ്ട് പല തരത്തിലുള്ള സൈനിക സേനകൾ ഇന്ത്യയുടെ പല അതിർത്തി പ്രദേശങ്ങളിലായി നിലനിന്നു പോകുന്നു. നമ്മുടെ വീടുകൾക്കുള്ളതിനേക്കാൾ കെട്ടുറപ്പോടെ നമ്മുടെ അതിർത്തി രേഖകൾ അവിടെ സുരക്ഷിതമാണ്.